താങ്ങാനാകുന്നില്ല. സൽമാനെ, എന്നാ ഇതിന് മാത്രം ചിരിക്കാനുള്ളത്? നീ കുറെ സമയമായി ചിരിക്കുന്നത്. എനക്ക് നിന്റെ കോലം കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ലടാ. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ആ പശു എന്റെ ട്രൗസറും കൊണ്ട് പോയത് കൊണ്ടല്ലേ ഞാൻ ഈ പുല്ലിങ്ങനെ ഇട്ട് നടക്കുന്നത്. അത് നീ കണ്ടതില്ലേ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാടാ ഞാൻ ചിരിക്കുന്നത്. നീ ഇങ്ങനെ പുല്ലും ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ലടാ. സൽമാനെ, എനിക്ക് ദേഷ്യം പിടിച്ചങ്ങ് എത്തുന്നുണ്ട്. എന്താടാ ഈ പുല്ല് ദേഹത്ത് ചുറ്റിയിട്ട് എനിക്ക് ചൊറിയുന്നു. എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല ഇവന്റെ കളി കണ്ടിട്ട്. സൽമാനെ, നിന്നോടാണ് ചിരി നിർത്താൻ പറഞ്ഞത്. ഇനി ഞാൻ ചിരി നിർത്തിയിട്ടില്ല. നീ ശരിക്കും ചിരി നിർത്ത്. ഞാൻ ശരിക്കും ചിരി നിർത്തി. ഇപ്പോൾ ഞാൻ ചിരി നിർത്തി. ഇനി ചിരിക്കില്ല. സൽമാനെ, നീ ചിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തിനാടാ ചിരിക്കുന്നത്? അതിന് ഞാൻ നിന്നെ കണ്ടിട്ട് ചിരിച്ചതല്ലടാ, നിന്റെ അവസ്ഥ കണ്ടിട്ട് ചിരിച്ചതാ. അവസ്ഥയാ? എന്തവസ്ഥ? നീ അതൊന്ന് നോക്കിയേ. എന്ത്? എന്താടാ, ഞാനൊന്നും കാണുന്നില്ലല്ലോ. നീ അവിടെ രണ്ട് പെൺകുട്ടികളെ കാണുന്നില്ലേ? ആ, കാണുന്നുണ്ട്. അതിനെന്താ? പൊട്ട, നിനക്ക് അവരെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? അവരെ കണ്ടിട്ട് എന്ത് തോന്നുവാനാ? അവർ നല്ല മോഡലിംഗ് ആണെന്ന് തോന്നുന്നു. സൽമാനെ, അവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവർ വേറെ ഏതോ സ്ഥലത്തുള്ള പെൺകുട്ടികളാണെന്നാ. അല്ലട പൊട്ട, നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന്. എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരെ കാണുമ്പോൾ എനിക്ക് നല്ല മോഡലുള്ള പെൺകുട്ടികളെ പോലെയാണ് തോന്നുന്നത്. ഈ പൊട്ടന് കാര്യം മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത്. പൊട്ടൻ ഇക്രു, അവര് നിന്നെ ഈ കോലത്തിൽ കണ്ടാൽ എന്താടാ വിചാരിക്കുക? പറയുമ്പോൾ അത് ശരിയാണല്ലോ. നീ ഇങ്ങനെ പുല്ലും ചുറ്റി നിൽക്കുന്നത് അവർ കാണണ്ട. അവർ കണ്ടാൽ നീ നാണം കെട്ടുപോകും. പൊട്ട, അവിടുന്ന് ചിരിക്കാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കടാ. ഞാനിതെങ്ങനെ രക്ഷിക്കുവാനാ? അവരിപ്പോൾ നിന്നെ കണ്ടാൽ കളിയാക്കി ചിരിക്കും. അവരിപ്പോൾ ഇങ്ങോട്ട് എത്തും. അതിന് നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അയ്യോ, നോക്കിയേ, അവരിങ്ങോട്ടെത്തി. പൊട്ട, നീ ഒന്ന് ചിരി അടക്ക്. അതിന് ഞാൻ നിന്നെ ആലോചിച്ചിട്ട് ചിരിച്ചതല്ല. നീ അവരുടെ കോലം നോക്ക്, നല്ല ബിറ്റുണ്ട് അവരെ കാണുവാൻ. പൊട്ട, നീ ഇങ്ങനെ വെറുതെ ചിരിച്ചോണ്ട് നിന്നാൽ അവർ വിചാരിക്കും നിനക്ക് വട്ടാണെന്ന്. അവരിപ്പോൾ ഇങ്ങോട്ടെത്തും. നീ എന്റെ മുന്നിൽ തന്നെ നിൽക്ക്, എന്നാൽ അവർ ഈ പുല്ലിനെ കൊണ്ടുള്ളതൊന്നും കാണില്ല. ഞാൻ നിൽക്കില്ല, അവർ കാണട്ടെ. എന്നിട്ട് നീ നല്ലോണം ശശിയാകട്ടെ. ദുഷ്ട, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഹായ് ഹായ്. വാവ്, വെരി നൈസ്. നീ ഇത് കണ്ടോ? അവർ എന്നെ കൊണ്ട് പറഞ്ഞത് ഞാൻ വെരി നൈസ് ആണെന്ന്. ഇവനെ കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. അതെ അതെ, വെരി നൈസ്. എനിക്കും ഇഷ്ടപ്പെട്ടു. ഓ, താങ്ക് യു. നീ ഇതൊന്നും കണ്ട് അസൂയപ്പെടണ്ട കേട്ടോ. ബൈ ദ ബൈ, ഞാൻ സൽമാൻ. ഓ മാൻ, ഒന്ന് മാറി നിൽക്കുമോ? വെറും മാനല്ല, സൽമാൻ. ഓ സൽമാൻ, താങ്കൾ കുറച്ചിങ്ങോട്ട് മാറി നിൽക്ക്. അവരെന്നോട് മാറി നിൽക്കാൻ പറഞ്ഞത് കേട്ടോ? അതെന്തിനാ? വേറെന്തിനി? എന്നോട് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടാകും. ഹേയ് സൽമാൻ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഹലോ, ഇങ്ങ് വാ, ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. അയാൾ എന്തിനാണ് അങ്ങോട്ട് മാറി നിന്നത്? എനിക്കറിയില്ല, ചിലപ്പോൾ വല്ല വട്ട് കേസുമായിരിക്കും. അത് തന്നെ. എന്തായാലും നീ ഇത് നോക്ക്, വെരി നൈസ്. ഇവൾമാരിത് എന്താ പറയുന്നത്? ഹായ്. ഞാൻ അരുണി. അരണയാ? അരണയല്ല, അരുണി, അരുണിമ. ഇതെന്റെ കസിൻ ദിയ. ഹായ്. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? ഞങ്ങൾ തൃശ്ശൂരാണ് ജനിച്ചത്, പക്ഷേ വളർന്നത് മുഴുവനും അങ്ങ് അമേരിക്കയിൽ നിന്നാണ്. ഞങ്ങൾക്ക് മലയാളം സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷേ എഴുതാനും വായിക്കാനും അറിയില്ല. അല്ല, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, നിങ്ങൾ ഈ നാട്ടുകാരൻ തന്നെയാണോ?
ചോദിക്കുന്നത്? വേറൊന്നും കൊണ്ടുമല്ല, നിങ്ങളുടെ ഈ ഡ്രസ്സിംഗ് മോഡൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും. ഇവരിതെന്താ പറയുന്നത്? എന്റെ ഡ്രസ്സിംഗ് ഇഷ്ടപ്പെട്ടെന്നോ? ഇന്റോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? ഇവരിങ്ങോട്ട് വരുന്ന കോലമില്ലെന്നാ തോന്നുന്നത്. അങ്ങോട്ട് തന്നെ പോയി നോക്കാം. അല്ലടി, നല്ല ഭംഗിയുണ്ട് കാണുവാൻ അല്ലേ? അതെല്ലാവരും എന്നോട് പറയാറുണ്ട്. എന്ത്? എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതിന് തന്റോടാണോ ഞങ്ങൾ പറഞ്ഞത്? എന്റോടല്ലേ? ഇവരിതെന്താ പറയുന്നത്? അപ്പോൾ നിനക്കൊന്നും മനസ്സിലായിട്ടില്ലേ? ഇല്ലടാ, അവരിതെന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് നിന്നെ കൊണ്ട് വട്ടനെന്നും എന്നെ കൊണ്ട് വളരെ ഭംഗിയുണ്ടെന്നും. എന്ത്? എന്നെ കൊണ്ട് വട്ടനെന്നോ? ആടാ, നിന്നെ കൊണ്ട് വട്ട് കേസെന്നാ അവർ പറഞ്ഞത്. സാരയില്ല, പോട്ട്. നീ നേരത്തെ എന്നെ കുറെ കളിയാക്കിയതല്ലേ, അത് നേരെ തിരിച്ച് നിനക്ക് തന്നെ വീണു. അല്ല, നിങ്ങളുടെ ഈ ട്രൗസർ നിങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്? ഞാൻ രമേശന്റെ പീടിയിൽ നിന്ന്. നിങ്ങളുടെ ഈ വള്ളി ട്രൗസറിന്റെ കാര്യമല്ല പറഞ്ഞത്. അയാളുടെ ആ മോഡൽ ട്രൗസറിന്റെ കാര്യമാണ്. ആദ്യത്തെ ട്രൗസർ? അയ്യേ, ഈ പുല്ല് ചുറ്റിയതിനാണോ മോഡൽ ട്രൗസർ എന്ന് പറഞ്ഞത്? പറയൂ, അത് എവിടെ നിന്നാണ് ശരിക്കും വാങ്ങിയത്? വേറെ എവിടെ നിന്ന്? ആ പുല്ലിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ. ഇത് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ടൂർ പോയപ്പോൾ വാങ്ങിയതാണ്. എന്ത്? സ്വിറ്റ്സർലാൻഡിൽ ടൂർ പോയപ്പോൾ വാങ്ങിയതാണെന്നോ? ഇരിക്കട്ടടാ. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയില്ലടാ. എന്നാൽ മലേഷ്യയിൽ നിന്നാണെന്ന് പറഞ്ഞാലോ? എന്തായാലും വെരി നൈസ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെ അതെ. ഓ, താങ്ക് യു താങ്ക് യു. എന്തായാലും ഇതുപോലത്തെ ഒരു ട്രൗസർ എനിക്കും വാങ്ങണം. എനിക്കും. എന്നാൽ അരുണി, വാ നമുക്ക് പോകാം. ആ, ഓക്കെ. എന്നാൽ ശരി, ഞങ്ങൾ പോവുകയാണ്. ബൈ ബൈ. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ഇക്രു. ഓ, നല്ല പേര്. എന്റെ പേര് സൽമാന്. അത് നേരത്തെ പറഞ്ഞില്ലേ, പിന്നെയും പറഞ്ഞോണ്ട് നിൽക്കണോ? സാരയില്ലട്ടാ. എന്റെ ഒരു കാര്യം, എത്രയാ ഫാൻസ് ഉള്ളത്? നീ എന്തിനാടാ ഇങ്ങനെ ചിരിക്കുന്നത്? അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ശശിയാകുമെന്ന് പറഞ്ഞിട്ട് അവസാനം നീ തന്നെ ശശിയായല്ലോ. അത് ആലോചിച്ചിട്ട് എനിക്ക് ചിരി വന്നതാ. അയ്യോ, ഫുൾ ബിറ്റ് തന്നെ. വേഗം നടക്കടാ. നീ എന്റെ മൊഞ്ച നോക്കി നിൽക്കുന്ന? അയ്യോ, നോക്കി നിൽക്കാൻ പറ്റിയ മൊഞ്ചല്ലേ? അതല്ല, പിന്നെന്താ നീ ഇങ്ങനെ പിറകോട്ട് നോക്കി നിൽക്കുന്നത്? അത് നീ എന്റെ പിറകിൽ തന്നെ ഉണ്ടോന്ന് നോക്കിയതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പിറകിലുണ്ടെന്ന് കണ്ടില്ലേ? എന്നാ പിന്നെയും എന്തിനാ ഇങ്ങനെ വായുമ്പോൾ നോക്കുന്നത്? അങ്ങ് നടന്നോറോ? നടക്കുന്നത് തന്നെയാ. സ്പീഡിൽ അങ്ങ് നടന്നോടെ. എനിക്ക് മനസ്സിലായിക്ക് നീ എന്തിനാ ഇങ്ങനെ സ്പീഡിൽ നടക്കുന്നതെന്ന്. എന്തിനാ? എന്റെ ഈ മോഡൽ ട്രൗസർ കണ്ടിട്ട് നിനക്ക് അസൂയയായിട്ടല്ലേ? എന്ത്? നിന്റെ മോഡൽ ട്രൗസർ എന്നോ? അയ്യേ, ഈ പുല്ലിനെ കൊണ്ട് കെട്ടിയത് കണ്ടിട്ടാണോ ഞാൻ അസൂയപ്പെടേണ്ടത്? പുല്ലിനെ കൊണ്ട് കെട്ടിയതൊക്കെ തന്നെ. പക്ഷേ ഈ പുല്ലിനെ കൊണ്ട് കെട്ടിയത് കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ 2 പെൺകുട്ടികൾ ഇവിടെ നിന്നും പോയത്. അവരെന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഇതുപോലത്തെ ട്രൗസർ അവർക്കും വേണമെന്ന്. അവർക്ക് ബുദ്ധിയില്ലാത്തത് എന്റെ കുഴപ്പമാണോ? ഏയ്, അവർക്ക് ബുദ്ധിയില്ലാത്തത് നിന്റെ കുഴപ്പമല്ല, നിനക്ക് ബുദ്ധിയില്ലാത്തതാണ് നിന്റെ കുഴപ്പം. നീ ഓരോന്ന് പറഞ്ഞ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടാ. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. ഓ, പിന്നെ ഇതല്ല നിന്റെ സത്യം. ആരെങ്കിലും കാണും മുന്നേ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. സൽമാനെ, അസൂയക്ക് മരുന്നില്ല കേട്ടാ. ഞാനെന്തിനാ അസൂയപ്പെടണം? നീ പുല്ലും ചുറ്റി നിൽക്കുന്നത് കണ്ടിട്ട് ഞാനെന്തിനാണ് അസൂയപ്പെടുന്നത്? നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായിക്കും നിനക്ക് നല്ല അസൂയയുണ്ട്. നേരത്തെ വന്ന പെൺകുട്ടികൾ എന്നെ കണ്ടിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോഴേ നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാ. നിനക്ക് നല്ല അസൂയുണ്ട്. നീ ഒന്ന് പോടാ അവിടുന്ന്. അസൂയ വെക്കാൻ പറ്റിയ സംഭവമല്ലേ? അതാ പിന്നെയും വരുന്നുണ്ടല്ലോ. ആര്? വേറെ ആര്? ദാ അങ്ങോട്ട് നോക്ക്. അത് അവരില്ലേ, നേരത്തെ വന്ന പെൺകുട്ടികള്? അവര് തന്നെ. ഇവരുടെ ഒരു കാര്യം. എന്ത് കാര്യം? ഡാ, അവര് തിരിച്ച് പിന്നെയും ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായിനോ? എന്തിനാ? വേറെ എന്തിന്? എന്നെ കാണാൻ തന്നെ. എന്ത്? നിന്നെ കാണാനോ? എന്നെ കാണാനല്ല, എന്റെ ട്രൗസർ കാണാന്. അങ്ങനെ പറ. ഹലോ, നിങ്ങൾ എന്താ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്?
വീട്ടിലേക്ക് പോകുവാൻ നോക്കുകയാണ്. എടാ സൽമാനെ, നീ ഒന്ന് മുന്നിൽ നിന്ന് മാറിയേ. അതെന്തിനാ? അവിടുന്ന് കിന്നാരം പറയാണ്ട് മുന്നിൽ നിന്ന് മാറടാ പൊട്ട. അവർ നിന്നെ കാണാൻ വന്നതല്ല, എന്നെ കാണാൻ വന്നതാ. എന്താ നിങ്ങൾക്കൊരു രഹസ്യം പറച്ചിൽ? അത് ഞാൻ അവനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞതായിരുന്നു. അതിന് ഈ പശുവിനോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്ത് പശുവെന്നോ? ആ പശു തന്നെ. ഡി കോഴി തലയുള്ളവളെ, നീ എന്ത് ധൈര്യത്തിലാടി എന്നെ പശു എന്ന് വിളിച്ചത്? ഓ മാൻ, വെറും മാനല്ലടി, സൽമാന്. ഓ സൽമാൻ, അവൾ നിന്നെയല്ല പശു എന്ന് വിളിച്ചത്. പിന്നെ ഏത് പോത്തിനെയാടി നീ പശു എന്ന് വിളിച്ചത്? അത് പിന്നെ ദാ നിങ്ങളുടെ പിറകിലുള്ള ആ പശുവിനെ തന്നെയാ. അവൾ ഈ പശുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അവൾ ഇതിനെ കൊണ്ടാടാ പറഞ്ഞത്. നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. നീ പിണങ്ങല്ലടാ. എന്തായാലും നീ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. താങ്ക് യുടാ, താങ്ക് യു. ഇനി ഞാൻ ഇവർക്കൊന്ന് ഈ ട്രൗസർ മര്യാദയ്ക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇന്നാ കണ്ടോ? എന്ത്? നിങ്ങൾ ഇപ്പോൾ എന്താ കാണാൻ വന്നത് അത് തന്നെ. ഇവനെന്താടി പറയുന്നത്? ആ എനിക്കറിയില്ല. ഇതാ മര്യാദയ്ക്ക് നോക്ക്. താൻ എന്താടോ പറയുന്നത്? ഈ ട്രൗസറിന്റെ കാര്യം തന്നെ. നിങ്ങൾ താഴോട്ട് നോക്ക്. അയ്യേ, വൃത്തികെട്ടവൻ. എന്താ? തന്റെ ഈ ഓട്ടയുള്ള ഷഡ്ഡി കാണുവാനാണോ താൻ താഴോട്ടൊക്കെ താഴോട്ടൊക്കെ പറഞ്ഞത്? ഈ ഓട്ടയുള്ള ഷഡ്ഡിയാ? സൽമാനെ, എന്റെ ട്രൗസർ ഇവിടെ. പറയുമ്പോൾ അതെവിടെ പോയി? സൽമാനെ, കാര്യം പറയടാ, എന്റെ ട്രൗസർ എവിടെ? ട്രൗസറാ? ഏത് ട്രൗസർ? പൊട്ടോ, അവര് കേൾക്കും. ആ പുല്ലിനെ കൊണ്ട് ചുറ്റിയ സാധനമില്ലേ, അതെവിടെ? ചിരിക്കാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കടാ. അവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട്. കിട്ടണമെടാ, കിട്ടണം. നിന്റെ അഹങ്കാരത്തിന് കിട്ടിയതാ. എടാ പ്ലീസ് ഡാ, ഒന്ന് കണ്ടുപിടിക്ക്. ആ പുല്ല് എവിടെയാ പോയത്? എടാ ചിരിക്കാണ്ടൊന്ന് പറയടാ. നീ അതൊന്ന് നോക്കിയേ. ഈ പശു നിന്റെ ട്രൗസറും തിന്ന് ആ പുല്ലും തിന്ന്. എടാ പശുവേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. എടാ ആ പശു ഈ പുല്ല് തിന്നത് എനിക്ക് മനസ്സിലായില്ലടാ. അതുകൊണ്ടാ ഞാൻ അവരോട് ഇത് നോക്ക് നോക്ക് പറഞ്ഞത്. സാരമില്ല, അവർ നോക്കിയപ്പോൾ ഈ ഓട്ടയുള്ള ഷഡ്ഡിയെങ്കിലും കണ്ടല്ല. എടാ സൽമാനെ, കളിയാക്കല്ലടാ. വൃത്തികെട്ടവൻ. വേഗം വാടി, നമുക്ക് ഇവിടെ നിന്ന് പോകാം. അതെ അതെ, വൃത്തികെട്ടവന്മാർ. അയ്യോ, ഞാൻ അതിൽ പെട്ടവനല്ല. അവിടുന്ന് കിളിക്കാണ്ട് മാറി നിൽക്കടോ. ഓരോരു പേരാന്തന്മാർ ഇറങ്ങിയേക്ക്. പേരാന്തന്മാറാ? പിന്നെ താഴോട്ട് നോക്ക് താഴോട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് ഈ ഓട്ടയുള്ള ഷഡ്ഡി കാണിച്ചു കൊടുത്താൽ പീരാന്തന്മാർ എന്നല്ലാണ്ട് വേറെന്താ നിന്നെ വിളിക്കേണ്ടത്? നീ കാരണം ഞാനും നാണം കേട്ടു. എടാ സൽമാനെ, എന്താ? നീ എനക്ക് കുറച്ച് പുല്ല് സംഘടിപ്പിച്ചു തരുമോ? ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്നിട്ട് അതും ചുറ്റൊന്ന് വേഗം നടക്കേ. ഈ പശുവിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ എന്റെ ഈ ഓട്ടയുള്ള ഷഡ്ഡിയും കൊണ്ടായിരിക്കും പോവുക. നിക്ക് നിക്ക്, ഞാനും വരുന്നേ. ഇപ്പൊ ഒന്ന് സെറ്റ് ആയത്. എല്ലാം ഓക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് വേഗം നടക്കുമോ? അല്ലട സൽമാനെ, നീ എന്തിനാടാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? അത് ശരി, എന്തിനാ തിരക്ക് കൂട്ടുന്നെന്നോ? നിനക്കൊന്നും അറിയില്ലേ? ആ ഷിബുവും അവന്റെ ഫ്രണ്ടും കൂടി ഇപ്പോൾ ഇങ്ങെത്തും. അവന്റെ കയ്യിൽ പെട്ടാൽ പിന്നെ നമ്മുടെ കാര്യം പോക്ക. അത് നീ പറഞ്ഞത് കാര്യ. അവര് വരും മുന്നേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണം. എന്നാൽ ഇവിടെ നിന്നും ഓരോന്നിങ്ങനെ പറഞ്ഞു നിൽക്കാണ്ട് വേഗം നടക്ക്. അല്ലട സൽമാനെ, എനിക്കൊരു സംശയം. ഇവിടെ മുഴുവൻ നമ്മൾ ചെറിയ ചെറിയ വീടുകൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? അതിനൊന്നുമില്ല. പക്ഷേ അതെന്താ അങ്ങനെ മാത്രമുള്ളത്? എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാളും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ടാക്കിപ്പിക്കാം. എന്താ? അല്ല പിന്നെ. എടാ പൊട്ട നിക്രു, എന്താ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ പാവം കർഷകർ മാത്രമേ ഉള്ളൂ. അവരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ. ഓ അങ്ങനെയായിരുന്നില്ലേ? ആ അങ്ങനെ തന്നെ. നിന്റെ സംശയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം നടക്കേ. ഓരോരു സംശയം കൊണ്ട് അവൻ ഇറങ്ങിക്ക്. ട്രൗസർ. എടാ സൽമാനെ, നീ എന്തിനാണ് എന്നെ ട്രൗസർ എന്ന് വിളിച്ചത്? ആ പശു തിന്നത് കൊണ്ടല്ലേ എന്റെ ട്രൗസർ നഷ്ടപ്പെട്ടത്. അതിന് നീ എന്നെ ട്രൗസർ എന്ന് വിളിച്ചിട്ട് കളിയാക്കണോ? നീ എന്റെ ഫ്രണ്ട് അല്ലേ? ഒരു ഫ്രണ്ട് ഇങ്ങനെ കളിയാക്കുമോ? ഇങ്ങനെ പറയാൻ മാത്രം ഞാൻ എന്നാടാ നിന്നോട് പറഞ്ഞത്? നീ എന്നെ ഇപ്പോൾ ട്രൗസർ എന്ന് വിളിച്ചില്ലേ, അത് തന്നെ. ഓ എന്റെ ഇക്രു, എന്താ
അല്ലാതെ ഞാൻ നിന്നെ ട്രൗസർ എന്ന് വിളിച്ചതല്ല. ഈ എടാ സൽമാനെ, അതെന്റെ ട്രൗസർ അല്ലേ? ഈ നിന്റെ ട്രൗസറാ? ആടാ പൊട്ടാ, അതെന്റെ ട്രൗസർ തന്നെയാ. നോക്കടാ, ഇത് തന്നെ എന്റെ ട്രൗസർ. എന്നാൽ ആ പശു ഇവിടെയായിരിക്കും ചിലപ്പോൾ നിന്റെ ട്രൗസർ കൊണ്ടിട്ടിട്ടുണ്ടാവുക. സമാധാനമായി. വേഗം ഇതിടാം. എന്നാൽ വേഗം പോയി നീ അതിട്. ഞാൻ വേഗം ഇത് മാറ്റിയിട്ട് വരാം. ഞാൻ കാണുന്നതിനാണോ ഇവൻ അവിടെ പോയിട്ട് മാറ്റുന്നത്? അവന്റെ പോക്ക് കണ്ടാൽ വിചാരിക്കും ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന്. ഇത്രയും സമയം അവൻ എന്റെ മുന്നിൽ നിന്ന് തന്നെയല്ലേ ആ ഓട്ടയുള്ള ഷഡ്ഡിയും ഇട്ട് നടന്നത്. ഇവിടെയൊന്നും ആരുമില്ല. വേഗം ട്രൗസർ ഇടാം. എന്റെ പൊന്ന ട്രൗസറേ, നീ ഇല്ലാത്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് നിനക്കറിയാമോ? ഞാൻ പെൺകുട്ടികളുടെ മുന്നിൽ നാണം കെട്ടൊരു പരുവമായിക്കേ. എന്തായാലും സാരമില്ല, നിന്നെ ഇപ്പോൾ കിട്ടിയല്ലോ. പക്ഷേ നിന്നെ കടിച്ചു കൊണ്ടുപോയ ആ പശുവിനെ ഞാൻ വെറുതെ വിടില്ല. ആ പശുവിനിട്ട് ഞാനൊരു പണി എന്തായാലും കൊടുക്കും. എന്നെ നാണം കെടുത്തിയത് ആ പശുവാ. എടാ ഇക്രു, നീ എന്നാ ചെയ്യുന്നത്? അയ്യോ സൽമാനി, അവൻ ഇപ്പോൾ വരും ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് നോക്കുവാൻ. അതിനു മുന്നേ ഈ ട്രൗസർ വേഗം ഇട്ടിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ പോകാം. എത്ര നേരം കാത്തിരുന്നു എന്റെ ട്രൗസറിനെ. ഇത്രയും സമയം ഞാനിരുന്നു ട്രൗസർ ഇടുവാൻ. എന്റെ ചുവപ്പ് കളർ ട്രൗസർ ആണു നീ, പശു കടിച്ച ട്രൗസർ ആണു നീ. ഞാനൊരു സംഭവം തന്നെയാ. എത്ര പെട്ടെന്ന് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കുന്നത്. എടാ മനു, ഇതാ സൽമാന്റെ കൂടെയുള്ളവനാണ്. ഓഹോ, അപ്പോൾ ഇവനിക്കിട്ടും പണി കൊടുക്കണ്ടേ നമ്മൾ? ആ കൊടുക്കണം, രണ്ടുപേർക്കും കൊടുക്കണം. എന്റെ ട്രൗസറേ, നിന്നെ കണ്ടുപിടിച്ചു ഞാൻ, നിന്നെയും കണ്ടുപിടിച്ചു ഞാൻ. ഈ അതാരെ എന്റെ അടുത്ത് തന്നെ പാട്ട് പാടുന്നത്? അയ്യോ ഷിബു. ഷിബു അല്ല, ഷിബു. അയ്യോ, ഇവരിതൊപ്പം വന്നു. പറഞ്ഞു തരാമെടാ നിനക്ക്. എടാ മനു, പിടിയടാവനെ. ഞാൻ പെട്ട്. അയ്യോ രക്ഷിക്കണേ. ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട. മനു, പിടിയടാവരെ. ഓടിക്കോ. അയ്യോ അയ്യോ അയ്യോ. നീയായിരുന്നോ? അല്ല, നിന്റെ പ്രേതം. നീ എന്തിനാണ് എന്നെ വന്നിട്ട് പേടിപ്പിച്ചത്? ഞാൻ പേടിപ്പിച്ചതല്ല. അല്ല, നീ ഇത്രയും സമയമായിട്ട് നിന്റെ ട്രൗസർ ഇട്ടിട്ടില്ലേ? ഞാൻ ട്രൗസർ ഇടുകയായിരുന്നു. അപ്പോൾ അവിടെ അവിടുന്ന് അയ്യോ എന്ന് പറഞ്ഞു കളിക്കാണ്ട് ഓടിക്കോ. ഇവരെയും കൊണ്ട് ഇതെന്തൊരു ശല്യ. മനുഷ്യനെ പേടിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിക്ക്. എടാ സൽമാനെ, ഞാൻ നിന്നെ പേടിപ്പിച്ചതല്ല. പിന്നെ പേടിപ്പിക്കുകയല്ലാണ്ട് നീ എന്നെ ചിരിപ്പിക്കുകയാണ് ചെയ്തത്. ആ ഷിബുവും അവന്റെ ഫ്രണ്ടും കൊണ്ട് പിന്നാലെ വരുന്നേ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്ത് ഷിബുവാ? ഞാൻ കാണുന്നില്ലല്ലോ. നിന്നെ കാണിച്ചു തരാമെടാ ഞാൻ. അയ്യോ, ഞാൻ കണ്ട്. എടാ മനു, വേഗം വാ. ഇന്നു തന്നെ അവരെ ഞാൻ ശരിയാക്കും. ഇനിയും എനിക്ക് ഓടാൻ വയ്യ, തളർന്നു പോയി. അയ്യോ, എനിക്ക് വഴി അറിയില്ലല്ലോ. എങ്ങനെ അങ്കിളുടെ അടുത്തേക്ക് പോവുക? ഇതെവിടെയാ ഞാനുള്ളത്? അയ്യോ പ്രേതോ. അല്ല അല്ല, തന്നെ തന്നെ. ഇത് ഞാനാ, സൽമാന്. നീയായിരുന്നോ? ഞാൻ തന്നെ. നിനക്ക് എവിടുന്നാടാ ഒരു ട്രൗസർ കിട്ടിയത്? മനുഷ്യനെ പേടിപ്പിക്കുവാൻ. നിന്റെ കയ്യിലെ ട്രൗസർ കാണുമ്പോൾ എന്റെ ട്രൗസർ പോലെ തന്നെയുണ്ട്. നീ ഇത് നോക്കിയേ. അതെവിടെ പോയി? അതെവിടെയൊന്നും കാണുന്നില്ല. എന്റെ ട്രൗസർ എവിടെ പോയി? എടാ പൊട്ടാ, അങ്ങോട്ട് നോക്കണ്ട. നിന്നെ തന്നെയാ വിളിച്ചത്. ഇന്ന നിന്റെ ട്രൗസർ ആയത്. അതെങ്ങനെയാ നിനക്ക് കിട്ടിയത്? ആകാശത്തുനിന്ന്. ഓരോരു കിന്നാരം ചോദിക്കാണ്ട് നീ ഒന്ന് പോയിട്ട് അത് ഇടുമോ? അല്ലടാ, ഇതെങ്ങനെ ഇടാനി? മൂക്കിലോട്ടെ. അല്ല പിന്നെ ട്രൗസർ എങ്ങനെയാ സാധാരണ ഇടുക? അതല്ലടാ, ഇവിടുന്ന് എങ്ങനെ ഞാൻ ഇടാ? ഇവിടുന്ന് ഇടുന്നതിന് എന്തിനാടാ ഇത്ര വലിയ കുഴപ്പോ? നീ ഇത്രയും നേരം നിന്റെ ഓട്ടയുള്ള ഷഡ്ഡിയും കാണിച്ചിട്ട് ഇടാ നടന്നത്. ഓരോരു കിന്നാരം ചോദിച്ചു നിൽക്കുന്നേ. ആ ഷിബു ഇങ്ങത്ത് മുന്നേ നീ ഒന്ന് ഇതിട്.
അത് നീ പറഞ്ഞത് കാര്യമാണല്ലോ. ആ ഷിബുവിന് എന്റെ വീട് അറിയാം. ആ, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയാൽ അവനും വന്നാൽ പ്രശ്നമാകില്ലേ? വീട്ടിലുള്ളവർ എല്ലാ കാര്യവും അറിയില്ല അപ്പോൾ. അതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാനാണോ നീ പറയുന്നത്? അതല്ലടാ, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പോംവഴി കാണണ്ടേ? ഇതിന് എന്ത് പോംവഴിയാടാ? ആ ഷിബു നമുക്കിട്ട് പണി തരാതെ വെറുതെ വിടില്ല, അതെനിക്ക് ഉറപ്പാ. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാടാ പിന്നെ ഈ പണി ഒപ്പിച്ചു വെച്ചത്? അത് പിന്നെ അപ്പോൾ അങ്ങനെ തോന്നിപ്പോയതാടാ. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട്. പേടിക്കണ്ടടാ, ആ ഷിബു ചിലപ്പോൾ നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും. ആ ഷിബുവിന്റെ കാര്യത്തിലല്ല എനിക്ക് പേടി. ഇതൊക്കെ അങ്കിൾ അറിഞ്ഞാൽ ഇനി എന്താകുമെന്ന കാര്യത്തിലാ. നമ്മൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അങ്കിൾ 100 വട്ടം പറഞ്ഞില്ലേ ഒരു വിരുത്തക്കേടും കളിക്കരുതെന്ന്. അതിന് നമ്മളൊന്നും കളിച്ചില്ലാലോ. ആ ഷിബുമായി ചെറുതായൊന്ന് വഴക്കിട്ടു, പക്ഷെ അത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട്. നീ പേടിക്കണ്ടടാ, എന്തെങ്കിലും ഒരു വഴി കാണും. ഷിബു എവിടെ? ഓടിക്കോ, അവിടെ നിൽക്കടാ, ഞാനുമുണ്ട്. ആ ഷിബു നമ്മുടെ പിന്നാലെ ഉണ്ടോ? ഇല്ലടാ, അവൻ വേറെ വഴിയിലൂടെയാണ് ഓടിയത്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഓടിയത് അവൻ കണ്ടില്ലെന്നാ തോന്നുന്നത്. രക്ഷപ്പെട്ട്. അവനെ പേടിച്ചിട്ട് ഓടി ഓടി തളർന്നു പോയി. അതെ, ഞാനും തളർന്നു പോയി. എടാ, ഇങ്ങനെ ഓടി ഓടി കളിച്ചാൽ മതിയോ? ഇതിനൊരു പോംവഴി കാണണ്ടേ? എന്ത് പോംവഴി? എടാ സൽമാനെ, നമ്മൾ ഇങ്ങനെ അവനെ പേടിച്ചിട്ട് ഓടിയാൽ അത് മാത്രമേ ഉണ്ടാകൂ. നമ്മൾ എന്തിനാ അവനെ പേടിക്കണം? അവനെ പോലെ തന്നെയല്ലേ നമ്മളും. നമുക്കും അങ്ങോട്ട് മത്സരിച്ചാൽ എന്താ? നീ എന്താ പറയുന്നത്? അവനോട് മത്സരിക്കുവാനോ? അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യുവാനാ? അവനെ പേടിച്ചിട്ട് ഇങ്ങനെ ഓടി ഓടി കളിക്കുവാനാണ് നീ പറയുന്നത്? എനിക്ക് ഇനിയും ഇങ്ങനെ ഓടുവാൻ വയ്യ. നീ എന്താടാ ഇക്രു പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ സൽമാനെ, ഇനി നമ്മൾ അവനെ കണ്ടിട്ട് പേടിച്ചോടണ്ട. നമ്മൾ ഇങ്ങനെ പേടിച്ചോടുമ്പോൾ അവൻ വിചാരിക്കും അവൻ വലിയൊരാളാണെന്ന്. അങ്ങനെ അവനെ പേടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. നമുക്ക് അങ്ങോട്ടും പ്രതികരിക്കാം. നിനക്കിത് എവിടുന്നാടാ ഇത്ര പെട്ടെന്ന് ധൈര്യം കിട്ടിയത്? ധൈര്യമല്ല, എനിക്ക് വെറുപ്പാണ്. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എത്ര സമയമായി ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നത്? ഇനിയും എനിക്കിങ്ങനെ ഓടാൻ വയ്യ. നിനക്കിങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ എനിക്കും ധൈര്യമുണ്ട്. എനിക്കും ധൈര്യം വന്ന്. അതെവിടുന്നൊരു സൗണ്ട് കേൾക്കുന്നത്? അതെന്റെ മുറ്റത്ത് നിന്നാണല്ലോ കേൾക്കുന്നത്. പോയി നോക്കാം. ഞാനൊന്ന് പോയി ഒളിഞ്ഞു നോക്കട്ടെ അവര് വരുന്നുണ്ടോ എന്ന്. എടാ ഇക്രു, അവരെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ അവർ തിരിച്ചു പോയിട്ടുണ്ടാകുമോ? എനിക്കറിയില്ല. അവരെന്തെങ്കിലും ചെയ്യട്ടെ. അല്ലടാ, നീ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ധൈര്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവന് കിട്ടൊന്ന് കൊടുത്താലോ? ഹേയ് വേണ്ടടാ, അവൻ എല്ലാ പ്രശ്നവും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇനിയും പിന്നെ ഓരോന്ന് തുടങ്ങണ്ട. അവൻ ചിലപ്പോൾ അവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാകും. അവനെ എനിക്കിപ്പോൾ വീട്ടിൽ നിന്നും വലിച്ചിട്ട് അടിക്കുവാനാണ് തോന്നുന്നത്. അല്ല ഡിക്രു, നിനക്ക് അവനെ അടിക്കുവാനുള്ള ദേഷ്യമൊന്നും ഇല്ലേ? എനിക്ക് ദേഷ്യം പിടിച്ചാൽ അവൻ വീട്ടിലാണെങ്കിലും ശരി കക്കൂസിലാണെങ്കിലും ശരി അവനെ വലിച്ചിട്ട് ഞാൻ അടിക്കും. അയ്യോ, ഇവരെന്നെ വലിച്ചിട്ട് അടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? അവന്റെ വിചാരം എന്നാ? അവൻ വലിയ ആളാണെന്നോ? അയ്യോ, എനിക്ക് അങ്ങനെ ഒരു വിചാരവുമില്ല. കൂളാക്ക്, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കില്ല. അവനെ കാണുമ്പോൾ പോരെ ഈ ദേഷ്യമൊക്കെ. അവൻ വരട്ടെ, അവനെ കിട്ടി ഞാൻ വച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ വരൂല. നീ ഒന്ന് ചെന്ന് നോക്ക്, അവൻ അവിടെങ്ങാനും ഉണ്ടോ എന്ന്. അയ്യോ, അവർ എന്നെയും തിരക്കി വരുന്നുണ്ട്. രക്ഷിക്കണേ. അതാരാ നിലവിളിച്ചത്? ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്നല്ല ആ സൗണ്ട് കേട്ടത്? അതെ, എന്നാ വാടാ, നമുക്ക് പോയി നോക്കാം. ചിലപ്പോൾ അതിലുള്ള ആർക്കെങ്കിലും വല്ല അപകടവും പറ്റിയിട്ടുണ്ടാകും. അതെ, നീ വാ, നമുക്ക് കയറി നോക്കാം. അവരിങ്ങോട്ടേക്ക് കയറുന്ന കാര്യമാണോ പറയുന്നത്? എടാ, ഇനി ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ വല്ല കൊള്ളക്കാരുമായിരിക്കുമോ? അങ്ങനെ ഉണ്ടാകുമോ? അഥവാ അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവന്റെ മൂക്കടിച്ചു പരത്തും ഞാൻ. അയ്യോ, എന്റെ മൂക്കടിച്ചു പരത്തുന്ന കാര്യമാണല്ലോ പറയുന്നത്. നീ വാടാ, അവനെ ശരിയാക്കിയിട്ട് തന്നെയാ ബാക്കി കാര്യമുള്ളൂ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നുണ്ട്. ഇനി എന്നാ ചെയ്യാ? അയ്യോ, ഇവരെന്തിനാ എന്നെ ശരിക്കും കൊല്ലാൻ വരുന്നത്? ഞാൻ എന്ത് തെറ്റാ ഇവരോട് ചെയ്തത്? ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ ഞാനെന്തിനാണ് ഈ പീറക്കുട്ടികളെ പേടിക്കുന്നത്? ഞാൻ പേടിക്കില്ല. അങ്ങനെ ഈ ചോട്ട കുട്ടികളുടെ മുന്നിൽ ഞാൻ താണു നിൽക്കില്ല. എന്നെ കൊല്ലാൻ വന്നാൽ തിരിച്ചും കൊല്ലും ഞാൻ. കാണിച്ചു തരാം ഞാൻ.
കാണിച്ചു തരാം ഈ ഞാൻ ആരാണെന്ന്. ഡാ, എനിക്ക് ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു പേടിയുണ്ട്. പേടിക്കണ്ടടാ, നീ ധൈര്യമായിട്ട് കയറ്. എന്നാൽ ആദ്യം നീ കയറ്. അത് വേണ്ട, നീ തന്നെ കയറിക്കോ. നിനക്ക് പേടിച്ചിട്ടില്ലടാ നീ ഫസ്റ്റ് എന്നോട് കയറാൻ പറയുന്നത്. അതൊന്നുമല്ല, നീ ഓരോന്ന് പറഞ്ഞു നിൽക്കാണ്ടങ്ങ് കയറ്. കയറിയാൽ കാലൊടിക്കും ഞാൻ. അതാരാടാ? അയ്യോ, അരിവാൾ മാത്രം നടന്നു വരുന്നു. അരിവാൾ മാത്രമല്ലടാ, ഞാനുമുണ്ട്. അയ്യോ, ഇതാരാടാ? എനിക്കറിയില്ല. നിങ്ങൾക്ക് വീട്ടിൽ കയറിയിട്ട് വലിച്ചിട്ട് അടിക്കണമല്ലേ? എടാ, അപ്പോൾ ഇത് ആ ഷിബുവിന്റെ ആളാണ്. ആടാ, ആ ഷിബു പറഞ്ഞിട്ട് വന്നതായിരിക്കും ചിലപ്പോൾ. നിങ്ങൾക്ക് അടിക്കണോ? കൊല്ലണോ? ഇനി നിങ്ങൾ ഇതുപോലെ ആരെയെങ്കിലും കൊല്ലുമെന്ന് പറയുമോ? എന്നാൽ വേഗം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പോൾ കൊല്ലും. എന്താ പോകുന്നില്ലേ? പോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഇയാൾ പോകുവാൻ പറയുന്നില്ലേ? നമുക്ക് പോയാലോ? നമ്മൾ പോകുമ്പോൾ ഇയാൾ പിറകെ തന്നെ വന്ന് ആ അരിവാളിനെ കൊണ്ട് നമ്മളെ കൊത്തുമോ? നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലടാ പൊട്ട. പൊട്ടൻ എന്ന് വിളിക്കുന്ന? അയ്യോ, ചേട്ടനെയല്ല വിളിച്ചത്, ഇവനെയാണ് വിളിച്ചത്. എടാ, അവരല്ലേ അത്? ആ തന്നെ. വേഗം വാ, ഇന്ന് തന്നെ അവരെ ശരിയാക്കണം. അല്ല ഷിബു, അവരുടെ കൂടെ ഒരാളെ കാണുന്നുണ്ടല്ലോ. അയാളാരാ? അയാൾ ആരെങ്കിലും ആകട്ടെ, നമ്മളെന്തിന് അയാളെ നോക്കണം? നമുക്ക് അയാളല്ലല്ലോ വേണ്ടത്, ആ സൽമാനെയും അവന്റെ കൂടെയുള്ളവനെയുമല്ലേ. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെ കൊല്ലും. അയ്യോ ചേട്ടാ, ഒന്നും ചെയ്യല്ലേ. പിന്നെ നിങ്ങൾ എന്താ പോകാത്തത്? പോകാനല്ലേ പറഞ്ഞത്? ചേട്ടാ, അത് പിന്നെ അവിടെ നോക്ക്, അവര് വരുന്നുണ്ട്. ആര്? അയ്യോ, ഇവരുടെ കൂടെ ഇനിയും ആളുണ്ടായിരുന്നോ? ഇവരൊക്കെ ഒരു ഗ്യാങ് ആയിരിക്കും. എല്ലാവരും കൂടെ എന്നെ ഇപ്പോൾ കൊല്ലുമെന്നാ തോന്നുന്നത്. എന്തായാലും ഒന്നും കൂടെ ഞാൻ ഇവരോട് ദേഷ്യപ്പെട്ടു നിന്ന് നോക്കാം. എനിക്ക് ദേഷ്യം പിടിച്ചതാണത്. നിങ്ങൾ കുറെ പേരുണ്ടില്ലേ? ഇയാൾക്ക് കണ്ണു കാണുന്നില്ലേ? നമ്മൾ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എന്നെ കൊല്ലാമെന്ന് നിങ്ങൾ കരുതണ്ട. അയ്യോ ചേട്ടാ, ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ വന്നതല്ല. നിങ്ങൾ ഒന്നും പറയണ്ട, ഞാൻ എല്ലാം കേട്ടതാണ്. ആ വരുന്നതൊക്കെ നിങ്ങളുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളല്ലേ? ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കെല്ലാം മനസ്സിലാക്കി. നിങ്ങളൊക്കെ ചേർന്ന് എന്നെ കൊല്ലാനാണ് പ്ലാന് അല്ലേ? എനിക്ക് മനസ്സിലായിനി. നമ്മൾ വിചാരിക്കും പോലെ ഇയാൾ ആ ഷിബുവിന്റെ ആളല്ല. അതന്നെ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ പിന്നെ ഇയാൾ എന്തിനാ നമ്മളോട് വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ചിലപ്പോൾ ഇയാൾക്ക് ഭ്രാന്തായിരിക്കും. ചേട്ടാ, ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മിണ്ടി പോകരുത് നീ. എന്താണ് ഇക്രു? എന്റെ കാല് ചവിട്ടില്ലടാ പൊട്ടാ. സോറി, നിന്നെ ഞാൻ ശരിയാക്കി തരാമടാ. ഇങ്ങ് വാടാ, ഞാനും ശരിയാക്കി തരാം. എല്ലാത്തിനും ഞാനൊന്ന് ശരിയാക്കി തരാം. ഇവിടെ വന്നാൽ നിന്റെ കാല് ഞാൻ കൊത്തിക്കളിയും. അയാൾ നമ്മളോടല്ലേ പറഞ്ഞത്? തന്നെ, അവിടെ ചെന്നാൽ നമ്മുടെ കാല് കൊത്തിക്കളിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ സൽമാന്റെ ആള് തന്നെയായിരിക്കും. അവന്റെ ആള് തന്നെയാണത്. എടാ ഇക്രു, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ആടാ, മനസ്സിലാകുന്നുണ്ട്. ആ ഷിബുവും ഫ്രണ്ടും വിചാരിക്കുന്നത് ഇയാൾ നമ്മുടെ ആളാണെന്നാ. അത് തന്നെ, അതുപോലെ ഇയാൾ വിചാരിക്കുന്നത് ആ ഷിബുവും അവന്റെ ഫ്രണ്ടും നമ്മുടെ ആളാണെന്നാ. അതുകൊണ്ട് ഇയാളെ പേടിച്ചിട്ട് ആ ഷിബുവും അവന്റെ ഫ്രണ്ടും നമ്മളെ ഒന്നും ചെയ്യില്ല. ആ ഷിബുവിനെയും അവന്റെ ഫ്രണ്ടിനെയും പേടിച്ചിട്ട് ഇയാളും നമ്മളെ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ജയിച്ചു. ജയിച്ചെന്നോ? നിങ്ങളെ ശരിയാക്കി തരാണ്ടാ ഞാൻ. അയ്യോ ചേട്ടാ, അത് പിന്നെ അതെ, ഞങ്ങൾ പരീക്ഷയ്ക്ക് ജയിച്ച കാര്യം പറഞ്ഞതാ ചേട്ടാ. അതെന്തിനാണ് ഇപ്പോൾ പറയുന്നത്? അത് പിന്നെ ഇപ്പോഴാ ഓർമ്മയായത്. എടാ, ഇനി നമ്മൾ ഇവിടെ തന്നെ നിൽക്കണോ? വേണമെന്ന് തോന്നുന്നില്ല. അത് തന്നെ, അയാളുള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നും വിട്ടാലോ?
ആ, അവർക്കിട്ടിട്ടുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം. ഒന്ന് പോയി തരുമോ? എടാ, ഇയാളെ പേടിച്ചിട്ട് അവർ ഓടിപ്പോയി. അതുകൊണ്ട് സമാധാനമായി. ഇനി അവരെ പേടിക്കാതെ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. അത് നീ പറഞ്ഞത് കാര്യ. ഇനി അവരെ നമുക്ക് പേടിക്കണ്ടല്ലോ. ഹലോ, എന്താ? ഓടിക്കോ. രക്ഷപ്പെട്ട്. അത് തന്നെ, ഒരു വിധത്തിലാ നമ്മൾ രക്ഷപ്പെട്ടത്. ഡാ, ഇത്ര സമയം നടന്നതൊന്നും അങ്കിൾ അറിയല്ലേ? ഇല്ലടാ, ഞാൻ പറയില്ല. ഇനി നീയായിട്ട് പറയാതിരുന്നാൽ മതി. ഏയ്, ഞാൻ പറയില്ല. അയ്യോ, ഇതായിട്ട് അങ്കിൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യം പോക്ക. എന്നാൽ വാ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണ്ട, വീട്ടിലേക്ക് കയറാം. ഇല്ലടാ, നീ പോടെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്ന. അല്ലടാ, ഇവിടെ ഒന്ന് കയറിയിട്ട് പോടെ, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്തിനീ? അതല്ലടാ, ഇതൊക്കെ അങ്കിൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? അവരെങ്ങനെ അറിയുവാനാ? നീ പോടെ. ഇല്ലടാ, എനിക്ക് പേടിയാ, നീയും കൂടെ വാ. എന്നാ ശരി, നീ നടക്ക്. എന്നാ വേഗം വാ. ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്. നീ പേടിക്കണ്ടടാ, ആരെന്ത് ചോദിച്ചാലും ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ അവർ വിശ്വസിക്കുമോ? ആ, അതൊക്കെ അവർ വിശ്വസിക്കും. നീ ഇപ്പോൾ വീട്ടിലേക്ക് കയറി. നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ആര് ചോദിച്ചാലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അയ്യോ അങ്കിൾ, നീ നിലവിളിക്കാതെടാ, നിന്റെ അങ്കിൾ ഉറങ്ങുകയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്കിൾ. എടാ, നിന്റെ അങ്കിൾ ഉറങ്ങുകയാണ്. ഹോ, സമാധാനമായി. എന്നാ നീ സൗണ്ട് ഉണ്ടാക്കാതെ വാ, നമുക്ക് അകത്തേക്ക് പോകാം. അങ്കിൾ കൂർക്കം വലിച്ചതായിരുന്നു. മനുഷ്യൻ പേടിച്ചു പോയി. നീ വേഗം വാ, നമുക്ക് അകത്തേക്ക് പോകാം. നിന്റെ അങ്കിളിന്റെ കൂർക്കം വലി കരടിയൊന്നും കേൾക്കണ്ട. അതെന്താ? എന്ത് സൗണ്ടാടാ നിന്റെ അങ്കിളിന്റെ കൂർക്കം വലിക്ക്? ശരിക്കും കരടിയുടെ അതേ സൗണ്ട്. കരടി ഇത് കേട്ടാൽ അത് വന്നിട്ട് അതിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നിന്റെ അങ്കിളിനും എടുത്തിട്ട് അങ്ങ് പോകും. എടാ, ഇവിടെ നല്ല മണമുണ്ടല്ലോ. അതുണ്ടാകും. അതെന്താ? അത് ഞാൻ അവിടെയുണ്ട് ഒരു സാധനം വെച്ചിക്ക്. എന്ത് സാധനം? എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്കും ഉണ്ടടാ നല്ല വിശപ്പ്. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോന്ന് നോക്കാം. അതിനു മുന്നേ നീ എന്താ ഇവിടെ മണക്കുന്നതെന്ന് പറ. അത് ഞാൻ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടടാ, അത് തന്നെ. ഓ, അതൊന്ന് കാണിച്ചിട്ടാ എന്റെ ഇക്രു. നല്ല മണമുണ്ട്. ഇവനെയും കൊണ്ട് ഇതെന്ത് ശല്യമാ. ഹായ്. ദാ, ഇത് തന്നെ. അയ്യേ, ഇതെന്താ മീൻ വലയാ? അല്ലടാ, ഇതെന്റെ ഷഡ്ഡിയാ. ഇതിന്റെ മണമാണോ നിനക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടത്? അയ്യേ, ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ നീയല്ലേ ഇതിന്റെ മണം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ ഇതൊന്നും വല്ല പറഞ്ഞത്. എനിക്കിവിടെ നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട്, അതാ പറഞ്ഞത്. ഓ, ഞാൻ വിചാരിച്ച എന്റെ ഷഡ്ഡിയുടെ കാര്യമാണെന്ന്. അതിന് ഷഡ്ഡി എവിടെ? ഇതാ, നീ കാണുന്നില്ലേ? ഓ, ഇതാണ് ഷഡ്ഡി. കാണുമ്പോൾ ശരിക്കും മീൻ വല പോലെയുണ്ട്. ഇതിൽ നിറയെ ഓട്ടയാണല്ലോ. അതും എടുത്തിട്ട് പുഴയിൽ പോടെ, നിറയെ മീൻ പിടിക്കാൻ പറ്റും. നിനക്ക് ഉളുപ്പില്ലടാ ഇങ്ങനെയൊക്കെ കാണിക്കുവാൻ? അതിന് ഞാനെന്ത് തെറ്റാടാ ചെയ്തത്? പിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തെറ്റ് തന്നെയല്ലേ? ഓ, എന്നാൽ ഞാൻ ഇങ്ങനെ പിടിക്കാം. എന്താടാ ഇക്രു, നീ ഇങ്ങനെയായി പോയത്? എങ്ങനെ? ദാ, ഇങ്ങനെ തന്നെ. ഞാൻ പോകുന്ന. എടാ സൽമാനെ, പോവല്ല. നിന്റെ ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്ന. അല്ല, നിങ്ങൾ ഇതപ്പ എത്തിയത്? നിങ്ങൾ എത്തിയതൊന്നും ഞാൻ കണ്ടില്ല. ദാ, ഇപ്പം കണ്ടില്ലേ? ആ, ഇപ്പോൾ കണ്ട്. പിന്നെ കിന്നാരം ഓരോന്ന് ചോദിക്കണേ. മാറി നിൽക്ക്, ഞാൻ പോകുന്ന. എടാ സൽമാനെ, പോവല്ലേടാ. ഞാൻ പോകുന്ന. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് നിറയെ ഭക്ഷണം കഴിക്കട്ടെ. എടാ, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഇല്ല, എനിക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട. എനിക്ക് ഇപ്പോൾ എന്റെ വീട്ടിൽ പോകണം. എന്താ മക്കളെ, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നവുമുണ്ടോ? ആ ഏന്റി. എന്ത് പ്രശ്നം? ഞാനൊന്നും കണ്ടില്ല. എന്നാൽ ഇതാ, മര്യാദയ്ക്ക് കണ്ടോ? എന്ത്? അവിടുന്ന് എന്തെന്ന് ചോദിക്കാണ്ട് ഇങ്ങോട്ട് പോയി നോക്ക്. നോക്ക്. ഇതാ ഏന്റി. അയ്യേ, എന്താ? ഒന്നുമില്ല. നിനക്ക് എവിടുന്നാടാ ഈ കാക്ക കൊത്തിപ്പറിച്ച ഷഡ്ഡി കിട്ടിയത്? ഈ കാക്ക കൊത്തിപ്പറിച്ചതാ?
ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ത്? നിങ്ങളുടെ പ്രശ്നം ഒരു ഷട്ടി പ്രശ്നമാണെന്ന്. ഞാൻ പോകുന്ന ഇതിലും നല്ലത് എന്റെ സുലൈമാനിക്ക് എന്റെ ട്രൗസർ തന്നെയാ. എടാ സൽമാനെ, എന്താ? എടാ പോവല്ലടാ. എന്തിനാ? വേറെ ഒന്നിനുമല്ലടാ. നീ കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്ക്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോട്. ഇല്ല, ഞാൻ പോകുന്ന. ഓ, എന്തിനാടാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്നാൽ നീ ഭക്ഷണം കഴിച്ചിട്ടെങ്കിലും പോട്. പ്ലീസ് ഡാ, ഭക്ഷണം കഴിച്ചിട്ട് പോട്. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകുന്ന. സമാധാനമായി. താങ്ക് യു ഡാ. കുറെ സമയമായി ഓനൊരു കീറിയ ഷഡ്ഡിയും കൊണ്ട് നടക്കുന്നു. അതെനക്ക് കുളിച്ചിട്ടിടാനുള്ളതാ. നീ ഒന്ന് പോടാ അവിടുന്ന്. ഇതെന്നാ? എന്തൊരു ശല്യ ഈ കുന്തവും കൊണ്ട്. അയ്യോ, എടാ നീ എന്ത് പണിയാടാ കാണിച്ചത്? എനിക്ക് കുളിച്ചിട്ടിടേണ്ടതല്ലേ? മതി ഇട്ടത്. മക്കളെ ബാ, മക്കളെ, നിങ്ങളല്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞത്? എന്നാ വാ, വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കളിച്ചോ. എടാ സൽമാനെ, എന്നാൽ ബാ, ഭക്ഷണം കഴിക്കാം. നടക്ക്. എടാ ഇക്രു, ഭക്ഷണമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്ന. എന്താടാ സൽമാനെ, നിനക്കെന്ന് ഇത്ര വലിയ തിരക്ക്? തിരക്കുണ്ടായിട്ടൊന്നുമല്ലടാ, ഞാനെന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നേ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്ന. കുറെ സമയമായില്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. എന്നാൽ ശരി, ഞാൻ നാളെ വരാം. അങ്കിൾ. എന്താ, നിങ്ങൾ കുറെ സമയമായോ വന്നിട്ട്? ഞങ്ങൾ കുറെ സമയമായി, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഓ, അങ്ങനെയായിരുന്നോ? ഞാനൊന്ന് ചെറുതായി ഉറങ്ങിപ്പോയി. അയ്യോ, ചെറുതായോ? എന്താ? എന്റെ അങ്കിൾ, നിങ്ങൾ ഉറങ്ങുന്നത് ഞങ്ങൾ കണ്ടിന്. അതിനാരെങ്കിലും ചെറുതായി ഉറങ്ങിയെന്ന് പറയുമോ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എന്റെ അങ്കിളെ, നിങ്ങൾ നിങ്ങളുടെ കൂർക്കം വലി കേട്ടിനോ? പറഞ്ഞിട്ട് ഒരുമാതിരി കരടിയുടെ സൗണ്ട് ആയിരുന്നു അത്. നിനക്കങ്ങനെ തോന്നിയതായിരിക്കും. ഞാനങ്ങനെ കൂർക്കമൊന്നും വലിക്കാറില്ല. അല്ല, അതൊക്കെ പോട്ടെ, നിങ്ങൾ പുറത്തു പോയിട്ട് എന്തായി? വല്ല കുരുത്തക്കേടും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് കുരുത്തക്കേട്? ഞങ്ങളൊന്നും കളിച്ചില്ലല്ലോ. അതെ അങ്കിൾ, ഞങ്ങളൊന്നും കളിച്ചില്ല. എന്നാൽ ദാ ഇക്രു, ഞാൻ പോകുന്ന. പോവുന്ന എന്നോ? എവിടത്തേക്ക്? എന്റെ വീട്ടിലേക്ക് തന്നെ. നിന്റെ വീട്ടിലേക്കോ? നീ എന്താടാ ഈ പറയുന്നത്? നിന്റെ കൂടെ 2 ദിവസം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഇക്രു ഇവിടെ വന്നത്? അല്ലടാ ഇക്രു? അതെ, പക്ഷേ അവന് പോകണമെന്നല്ലേ പറയുന്നത്. അവൻ പോയിക്കോട്ടെ. എടാ സൽമാനെ, അവൻ നിന്റെ കൂടെ കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. ഞാൻ നിന്റെ ഉപ്പാനെ വിളിച്ച് കാര്യം പറയാം, നീ ഇവിടെ നിന്നോ. ഹേയ്, അത് വേണ്ട അങ്കിൾ, ഉപ്പ സമ്മതിക്കില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കും. നീ ഒന്നും പറയണ്ട, നീ 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും. നീ പേടിക്കണ്ട സൽമാനെ, ഞാൻ നിന്റെ ഉപ്പയോട് കാര്യം പറയാം. അല്ല അങ്കിൾ, അത് പിന്നെ എന്റെ ഡ്രസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഓ, അതിന് നിന്റെ വീടങ്ങ് അമേരിക്കയിലൊന്നുമല്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെയല്ലേ. കുറച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ 2 പേരും നിന്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സും എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോ. അത് നല്ല കാര്യ. എന്താടാ ഇതൊക്കെ പറഞ്ഞിട്ട് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അത് പിന്നെ ഒന്നുമില്ല അങ്കിൾ. എന്നാൽ നിങ്ങൾ പോയി കളിച്ചോ, ഞാൻ പോയിട്ട് വല്ലതും കഴിക്കട്ടെ. രക്ഷപ്പെട്ടു. എന്തിനി നിന്റെ അങ്കിൾ ഭക്ഷണം കഴിക്കുന്നതിനോ? അതിനല്ലടാ, നമ്മൾ പുറത്തു പോയിട്ട് കളിച്ച കളിയൊന്നും അങ്കിളിന് മനസ്സിലായിട്ടില്ലല്ലോ, അതുകൊണ്ട്. അതൊക്കെ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, എനിക്കിപ്പോൾ സന്തോഷമായി. എന്തിനി നീ 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ, അതാലോചിച്ചിട്ട്. അല്ലടാ, അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? അതില്ലടാ, എനിക്ക് പേടിയാകുന്നുണ്ട്. നമ്മൾ പുറത്തു പോയിട്ട് കളിച്ച കളിയൊക്കെ നിന്റെ അങ്കിൾ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ? ഓ, അതുകൊണ്ടാണോ നിനക്ക് ഇവിടെ നിൽക്കാൻ മടി? അതുകൊണ്ട് തന്നെ. ഒന്ന് പോടാ അവിടുന്ന്, അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട. എന്തായാലും പെട്ടു എന്നാ തോന്നുന്നത്. നീ അതും ഇതും പറഞ്ഞിട്ട് ദിവസം കളയണ്ട. വാ, നമുക്ക് വല്ലതും കളിക്കാം. എന്നാ നടക്ക്.